അതികഠിനമായ തലചൊറിച്ചിലും പൊടി പോലെയും പൊറ്റ പോലെയും ഇളകി നമ്മുടെ തോളിലും മറ്റും വീഴുന്ന ഡാൻഡ്രഫ് അഥവാ താരൻ എന്ന പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? ഒരുപക്ഷെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾക്കൊപ്പം തന്നെ ആത്മവിശ്വാസം പോലും കെടുത്തുന്ന സ്കാൽപ്പിലുണ്ടാകുന്ന താരൻ എന്ന ഈ പ്രശ്നത്തിന് പലതും പരീക്ഷിച്ചു നോക്കി, പക്ഷേ സ്ഥിരമായൊരു മാറ്റവുമില്ല. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം. നിരവധി മരുന്നുകളും ഷാമ്പുകളും എന്നുവേണ്ട പലവിധ മാർഗങ്ങൾ പരീക്ഷിച്ചു നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല. താരൻ തൽക്കാലത്തേക്ക് പോകുമെന്നല്ലാതെ ഇതിനൊരു പൂർണ്ണ ഫലം കിട്ടാറില്ല. എന്നാൽ ആയുർവേദത്തിൽ ഇതിന് പൂർണ്ണ പ്രതിവിധിയുണ്ട്. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ദുർദൂര പത്രാതി തൈലവും ത്രിഫലചൂർണവുമാണ് സ്കാൽപ്പിനെ ആഴത്തിൽ ശുദ്ധീകരിച്ച് താരൻ എന്ന പ്രശ്നത്തിന് ഒരു പൂർണ്ണ ശമനം നൽകുന്നതിന് സഹായിക്കുന്ന ആയുർവേദത്തിലുള്ള ഉത്തരമെന്നത്. ഇന്ന് നമുക്ക് ഈ രണ്ട് മരുന്നുകൾ ചേർത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് താരൻ എങ്ങനെ മാറ്റാമെന്ന് വിശദമായി തന്നെ നോക്കാം. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായി എന്താണ് താരൻ, എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നു എന്നതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. താരൻ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഒരിനം ത്വച്ചാരോഗമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പൊടി പോലെയും പൊറ്റ പോലെയും ഇളകി വരുന്ന തോൽ, തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, മുടികൊഴിച്ചിൽ എന്നിവയെല്ലാം ഇവിടെ ലക്ഷണങ്ങളായി പറയാം. താരൻ ഉണ്ടാവാനുള്ള കാരണങ്ങളായി പറയപ്പെടുന്നത് ത്വച്ചയിലെ അണുബാധ, പിത്തം കൂടിയ നിലയിലാവുന്നത്, ശരിയായ തലസംരക്ഷണത്തിൻ്റെ അഭാവം, അതുപോലെ നമ്മുടെ കുടലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയെല്ലാമാണ് ഒരുപക്ഷെ താരന് കാരണമാകാറുള്ളത്. താരൻ ശരിയായ രീതിയിൽ ചികിത്സിച്ച് മാറ്റിയില്ലെങ്കിൽ ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള അവസ്ഥകളിലേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനാൽ തന്നെ ഈ പ്രശ്നത്തിൻ്റെ എല്ലാം പരിഹാരത്തിനായി സഹായിക്കുന്ന ദുർദൂര പത്രാതി തൈലവും ത്രിഫലചൂർണവും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നതിനെ പറ്റി ഇനി നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ദുർദൂര പത്രാതി വെളിച്ചെണ്ണ കുറച്ചെടുത്ത് ഡബിൾ ബോയിൽ ചെയ്യുക എന്നതാണ്. അതായത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് മറ്റൊരു പാത്രത്തിൽ തൈലം വെച്ച് അതിൽ ചൂടാക്കുക. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഡബിൾ ബോയിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇങ്ങനെ ചൂടാക്കിയ തൈലം തലയിൽ പുരട്ടി മൃദുവായി മസാജ് ചെയ്യുക. സ്കാൽപ്പിലെ രക്തസഞ്ചാരം നല്ലതാക്കാനും മരുന്നിന്റെ കൂടുതൽ ഫലപ്രാപ്തിക്കും ഇങ്ങനെ മസാജ് ചെയ്യുന്നത് സഹായിക്കും. പിന്നീട് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഈ തൈലം തലയിൽ പുരട്ടി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അല്പം ഇളം ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് കുറച്ചായി ത്രിഫലചൂർണം ഇട്ടുകൊടുത്ത് ഇതൊരു കുഴമ്പ് രൂപത്തിൽ തയ്യാറാക്കിയെടുക്കുക. ശേഷം ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന ഈ ത്രിഫലചൂർണം നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായി പുരട്ടി ഇതും അരമണിക്കൂർ തലയിൽ വെച്ച് ഇരിക്കുക. ശേഷം താളിയോ ഹെർബൽ ഷാമ്പൂ ഉപയോഗിച്ച് തല കഴുകുക. അതുപോലെ നമ്മൾ തലയിൽ പുരട്ടി ഈ തൈലവും ചൂർണവും സ്കാൽപ്പിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യുന്ന രീതിയിൽ തന്നെ തല നന്നായി കഴുകാനൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണേ. ഇതോടൊപ്പം തന്നെ നിങ്ങൾ അതുവരെ ഉപയോഗിച്ചു വന്നിരുന്ന ചീപ്പ്, തോർത്ത്, തലവണ കവർ, ബെഡ്ഷീറ്റ് എന്നിവയെല്ലാം മാറ്റുകയോ അതല്ലെങ്കിൽ ശരിയായ രീതിയിൽ വൃത്തിയാക്കി പിന്നീട് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ രീതിയിൽ ഈ രണ്ട് ആയുർവേദ മരുന്നുകളുടെയും ഉപയോഗത്തിലൂടെ ആഴമുള്ള സ്കാൽപ്പ് ശുദ്ധിയും അന്തർഗത ശമനവും ലഭിക്കുമെന്നതിനാൽ തന്നെ താരൻ എന്ന പ്രശ്നം പൂർണ്ണമായി മാറുന്നതിന് നിങ്ങളെ ഇത് സഹായിക്കുന്നതാണ്. ഇങ്ങനെ ഏതാനും ദിവസം അടുപ്പിച്ചും പിന്നീട് 2 ദിവസം ഇടവിട്ടും അതിനുശേഷം ആഴ്ചയിൽ 1 എന്ന രീതിയിലും താരൻ പൂർണ്ണമായി മാറുന്നതുവരെ ഇവ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതോടൊപ്പം തന്നെ അമിതമായ ചൂടോ തണുപ്പോ സ്കാൽപ്പിലേക്ക് വരാതെ നോക്കുകയും വെള്ളം കൂടുതൽ കുടിക്കുകയും ജങ്ക് ഫുഡ് കുറയ്ക്കുകയും ചെയ്യുന്നതും പെട്ടെന്നുള്ള നല്ല ഫലപ്രാപ്തി ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ താരൻ പൂർണ്ണമായി മാറിയെങ്കിലും പിന്നീട് ഇടയ്ക്കെങ്കിലും ഈ ട്രീറ്റ്മെന്റ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് താരനെ പൂർണ്ണമായും അകറ്റുന്നതിനും പിന്നീട് ഒരിക്കലും വരാതിരിക്കുന്നതിനും സഹായിക്കുന്നതാണ്. താരനെ മാറ്റാൻ നിങ്ങൾ പലതും പരീക്ഷിച്ചിട്ടുണ്ടാവാം. പക്ഷേ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ആയുർവേദം ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നതിന് പ്രകൃതിദത്ത ശാസ്ത്രീയമായി തെളിയിച്ച ഈ മാർഗം നിങ്ങളുടെ സ്കാൽപ്പിലും ഒരു മാറ്റം വരുത്താൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്നും ഇഷ്ടമായുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും 1000 സ്നേഹത്തോടു കൂടി ഗുഡ് ബൈ. ഇറ്റ്സ് മീ യുവർ ഓൺ സജോയ്.